കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയേക്കാൾ എത്രയോ നല്ലതല്ലേ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടി. ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് വിശ്വസിച്ച് അത് ഉപയോഗിക്കാം. എന്നാൽ കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പൊടിയാണ്, മഞ്ഞൾപ്പൊടിയല്ല. പേര് മാത്രമേ ഉള്ളൂ മഞ്ഞൾപ്പൊടിയെന്ന്, അല്ലേ? എല്ലാ തരത്തിലുള്ള കെമിക്കൽസും അതിൽ ചേർന്നിട്ട് പലതരത്തിലുള്ള മാരക രോഗങ്ങളും അത് വരുത്തുന്നുണ്ട്. എന്നാൽ ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാരക രോഗങ്ങൾ വരാതിരിക്കുന്നതിന് നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ശുദ്ധമായ മഞ്ഞൾപ്പൊടി എങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കാം എന്നൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ കൂട്ടുകാർക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവർക്കും ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മഞ്ഞളാണ്. കുറച്ചേ ഉള്ളൂ എങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ ഇത് കുറച്ചേ ഉള്ളെങ്കിലും നമ്മളത് വലിയ നിധി പോലെയാണ് നമ്മളതിനെ കാണുന്നത്. ഇതിലെ വിത്തുകൾ മാറ്റി വെച്ച് പൊടിപ്പിക്കാനുള്ള മഞ്ഞൾ മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ മഞ്ഞൾ വൃത്തിയായി ഒരു 3-4 പ്രാവശ്യമൊക്കെ കഴുകി അതിലെ മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പുഴുങ്ങാനായിട്ട് എടുക്കാം. ഞാനിവിടെ ഇഡലിച്ചെമ്പിലാണ് പുഴുങ്ങാനായിട്ട് എടുക്കുന്നത്. കാരണം കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇഡലിച്ചെമ്പിലാണ് പുഴുങ്ങാനായിട്ട് എടുക്കുന്നത്. അത് ഗ്യാസ് സ്റ്റൗവിലാണ് വെക്കുന്നത്. അത്രയും അധികമില്ല, കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ കഴുകി വൃത്തിയാക്കിയ മഞ്ഞൾ. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇഡലിപ്പാത്രത്തിൽ പുഴുങ്ങാനായിട്ട് വെക്കുന്നത്, ആവിയിൽ പുഴുങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് ഇഡലിപ്പാത്രത്തിൽ പുഴുങ്ങാനായിട്ട് വയ്ക്കാം. ഇവിടെ ഇഡലി പാത്രത്തിൽ ലേശം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവിയിൽ വേവിക്കുന്ന തട്ട് വെച്ച് അതിലേക്ക് നമുക്ക് ഈ മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഇവിടെ മഞ്ഞൾ ഒരു പ്രാവശ്യം വയ്ക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ വേഗമാവുന്നതിന് വേണ്ടിയിട്ട് 2 പ്രാവശ്യമായിട്ടാണ് മഞ്ഞൾ പുഴുങ്ങാനായിട്ട് വെച്ചത്. ഇനി നമുക്ക് മഞ്ഞൾ പുഴുങ്ങുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി മഞ്ഞൾ വെന്തോ എന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ മൂടി തുറന്ന് അതിൽ നിന്ന് ഒരു മഞ്ഞൾ എടുത്ത് പുറത്ത് വെച്ചു. ഇനി നമുക്കത് വെന്തോ എന്ന് നോക്കാം. മഞ്ഞൾ വെന്തോ എന്നറിയാനുള്ള എളുപ്പവഴി, നമ്മളത് അമർത്തി നോക്കുമ്പോൾ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ അത് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു നൂല് പോലെ കാണാം. അങ്ങനെയാണ് നമ്മൾ മഞ്ഞൾ വെന്തോ എന്നറിയാനുള്ള ഒരു എളുപ്പവഴി. ഇപ്പോൾ മഞ്ഞൾ ഏകദേശം വെന്തു. ഇനി ഞാൻ 2 ട്രിപ്പായിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് വെന്തപ്പോൾ അത് മാറ്റി. ഇനി രണ്ടാമത്തെ ട്രിപ്പ് നമുക്കിനി വയ്ക്കാം. കണ്ടോ? അപ്പോൾ നമ്മുടെ മഞ്ഞൾ വെന്തിട്ടുണ്ട്. കാരണം നമ്മളത് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൽ നൂല് പോലെ കിടക്കുന്ന ഒരു ഇത് ക്യാമറയിൽ ശരിക്കും കാണുന്നുണ്ടോ എന്നറിയില്ല. ശരിക്ക് നൂല് പോലെ അങ്ങനെ ഒരു ഇത് നമുക്ക് കാണാം. ഇനി അതിന് ശേഷം നമ്മൾക്കത് വെയിലത്ത് ഇട്ട് ഉണക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ മഞ്ഞളിനെ ചെറിയ പീസുകളാക്കിയിട്ട് 2-4 പീസുകളാക്കിയിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ നമുക്കത് മുഴുവനും കട്ട് ചെയ്തിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾ വെയിലത്തിട്ട് ഉണക്കി എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണുന്ന മഞ്ഞൾ. ഇനി നമുക്കത് കുറേശ്ശെയായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ പൊടിച്ചെടുക്കാം. മഞ്ഞൾ നല്ലോണം വെയിലത്ത് വെച്ച് ഉണങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ മഞ്ഞളിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഒടിച്ച് നോക്കുമ്പോൾ അത് പെട്ടെന്ന് ഒടിഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ ചിപ്സൊക്കെ വറുക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കില്ല, ഒരു ചിലി സൗണ്ട്. അങ്ങനെയുള്ള സൗണ്ട് നമ്മൾ മഞ്ഞൾ ഇളക്കുമ്പോൾ കേൾക്കുമ്പോൾ അത് നന്നായി ഉണങ്ങിയെന്നാണ് അർത്ഥം. മഞ്ഞൾ എത്രത്തോളം വെയിൽ കൊണ്ട് നന്നായി ഉണങ്ങുന്നോ അത്രത്തോളം അത് കേടാകാതെ ഇരിക്കും. അതുപോലെ നല്ലോണം വെയിൽ കൊണ്ട് നന്നായി ഉണങ്ങിയാൽ മാത്രമാണ് അത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുള്ളൂ. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള മഞ്ഞളും പൊടിച്ച് കഴിഞ്ഞു. ഇത് ഇത്രയും നമുക്ക് കിട്ടി. അപ്പോൾ നല്ലതല്ലേ? അതായത്
നമുക്ക് കടയിൽ നിന്നുള്ള മായം ചേർത്ത മഞ്ഞൾപ്പൊടി വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ടുള്ള മായമൊന്നും ചേർക്കാത്ത മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ പറമ്പിലോ ഒക്കെ ആയിട്ട് മഞ്ഞൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾ കുഴിച്ചിട്ടിട്ട് ഇതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്കൊരു ചെപ്പിലേക്ക് മാറ്റുമ്പോൾ, ഒരു കുപ്പിയിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഇത്രയും മഞ്ഞൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ മഞ്ഞളിലെ കുർക്കുമിൻ നഷ്ടപ്പെടില്ല. നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞളിൽ കുർക്കുമിനൊക്കെ വെള്ളത്തിലൂടെ ചൂടാകുമ്പോൾ നഷ്ടപ്പെടും. അതേസമയം നമ്മൾ ഇതുപോലെ ആവിയിൽ വേവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞളിലെ കുർക്കുമിൻ നഷ്ടപ്പെടാതെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.